വയനാട് ദുരന്തബാധിതരെ കൈവിട്ട കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി എംപിമാർ രംഗത്ത്. പ്രത്യേക പാക്കേജിനായി പാർലമെന്റിന്റെ പുറത്ത് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ധർണ നടത്തി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ കേന്ദ്ര സമീപനം നിരാശാജനകമെന്ന് പ്രിയങ്ക ഗാന്ധി MP. രക്ഷാദൌത്യത്തിന് പണം ചോദിക്കുന്നത് ശരിയല്ല. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ സമീപനം അവസാനിപ്പിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. Here in Wayanad, the whole country has seen the devastation and the pain and the suffering of people. And yet, just because of politics, in both cases, the central government is refusing to do what is due to the victims. It is their due. They are citizens of India. There should be no discrimination at times of natural disasters, at times of pain, at times of suffering of any kind. So we thought that at least out of humanity and compassion, what is due to the victims of Wayanad, of the tragedy that happened there, should be given to them. And frankly, we are still hoping that the government will have some compassion, some humanity, and will do what needs to be done. Because this is a matter which is above politics. വയനാടിന് ഫണ്ട് അനുവദിക്കാതെ കേരളത്തെ അപമാനിക്കുകയാണെന്ന് കെ രാധാകൃഷ്ണൻ MP. മരിച്ചവരുടെ DNA ടെസ്റ്റ് നടത്തിയതിന്റെ ചെലവ് പോലും കേന്ദ്രം വഹിക്കുന്നില്ലെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ദുരന്തബാധിതരെ സഹായിക്കാനോ കേരളത്തെ സഹായിക്കാനോ ഉള്ള നിലപാടല്ല കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 26ഓളം MPമാർ നിവേദനത്തിൽ ഒപ്പിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെ അതിന് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ നാളിതുവരെ യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ ദുരന്തം നേരിടുന്ന കേരളത്തെ കുറ്റപ്പെടുത്താനും സാങ്കേതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. സർക്കാർ നയം പ്രതിഷേധാർഹമാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. നമുക്കിപ്പം ബസന്ത് കൂടി ചേരുന്നുണ്ട്. അതായത് കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന ഈ നീതികേടെന്ന് പറയുന്നത് 5 മാസമാവുകയാണ് ദുരന്തം നടന്നതിന് ശേഷം. ഇപ്പോൾ സഹായം നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നൽകിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് വരെ കൂലി ചോദിക്കുന്ന തരത്തിലുള്ള കേന്ദ്ര നിലപാടിനെതിരെയാണ് കേരളത്തിന് പ്രതിഷേധമുണ്ടാകുന്നത്. ഏത് തരത്തിലാണ് കേരളം ആ പ്രതിഷേധം അറിയിക്കുന്നത്? പാർലമെന്റിന്റെ മുന്നിലാണ്, മകരദ്വാറിന് മുന്നിലാണ് കേരളത്തിൽ നിന്നുള്ള MPമാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇന്ന് രാവിലെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. വയനാടിന് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പ്രത്യേക പാക്കേജ് വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടന്നത്. 5 മാസമായി പ്രധാനമന്ത്രി അവിടെ സ്ഥലം സന്ദർശിച്ചിട്ട് ഇതുവരെ പണമൊന്നും നൽകിയില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വായുസേനയുടെ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ പണം ചോദിച്ചുകൊണ്ടുള്ള കത്തിനെയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ എതിർക്കുകയും ചെയ്തു. ഇത് ശരിയായ നടപടിയല്ല എന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. ഇത്തരം ദുരന്തങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറയുകയും ചെയ്തു. ഏകദേശം 15 മിനിറ്റോളം ധർണ നീണ്ടു. അതിനുശേഷം ഇപ്പോൾ പാർലമെന്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്.